ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അപർണാസ് വേൾഡ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻ കാണാനായിട്ടാണ് പോകുന്നത്, നന്ദി ഹിൽസ്. ബാംഗ്ലൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നന്ദി ഹിൽസിൻ്റെ പേര് മിക്കവരും കേട്ടിട്ടുള്ള സ്ഥലം തന്നെയായിരിക്കും. പക്ഷേ ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും കുറച്ച് ദൂരെയായിട്ടാണ് ഈ നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ അകലെയാണ് നന്ദി ഹിൽസ് ഉള്ളത്. ഒരു വലിയ കുന്ന്, പേര് പറയുന്ന പോലെ തന്നെ ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് നന്ദി ഹിൽസിൽ അതിരാവിലെയുള്ള സൂര്യോദയം കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. സൂര്യൻ നല്ല ഉദിച്ചു വരുമ്പം ഇങ്ങനെ മേഘങ്ങളിങ്ങനെ നിറയെ ഇങ്ങനെ പാലാഴി പോലെ കടന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന സുന്ദരമായ കാഴ്ച കാണാൻ നന്ദി ഹിൽസിൽ ചെന്നാൽ. പക്ഷേ നമ്മൾ ശരിക്കും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ അവിടെ ചെല്ലണം. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. അപ്പോൾ ഒരു 5:30 പോയാലാണ് നമ്മളൊരു 6:30 അവിടെ എത്തത്തുള്ളൂ. ഒരു 5 മണിക്കെങ്കിലും ശരിക്കും ഇറങ്ങണം. അപ്പോൾ 5 മണിക്ക് ഇറങ്ങാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ചു പോയി. എന്തായാലും നന്ദി ഹിൽസിലേക്ക് പോയേക്കാന്ന് വിചാരിച്ച് നമ്മൾ പോവുകയാണ്. സൂര്യോദയം മിസ്സായ നന്ദി ഹിൽസിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് കണ്ടില്ലേ, ഇതാണ് സൂര്യോദയത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇത് ഗൂഗിളിൽ നിന്ന് കിട്ടിയ ഫോട്ടോസാണ്. ഇത് കണ്ടിട്ടാണ് ശരിക്കും പോകാൻ തീരുമാനിച്ചു തന്നെ. പക്ഷേ അതൊക്കെ മിസ്സായിപ്പോയി. എന്നാൽ ഇതാ നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇതാ സൂര്യൻ ഉദിച്ചു വരുന്നതിൻ്റെ നല്ല ഭംഗിയുള്ള ആകാശമൊക്കെ കണ്ടു. അപ്പോൾ നമ്മളത് അങ്ങനെ നന്ദി ഹിൽസിലേക്ക് പോവുകയാണ്. ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് ഒരു 60 കിലോമീറ്ററോളം ദൂരമുണ്ട്. നമ്മളിപ്പോൾ കാറിലാണ് പോകുന്നത് കേട്ടോ. അല്ലാണ്ട് ബാംഗ്ലൂർ സന്ദർശിക്കാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ബസ് സൗകര്യമുണ്ട് നന്ദി ഹിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരിലെ പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനായ മജസ്റ്റിക്കിൽ നിന്ന് നന്ദി ഹിൽസിലേക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. കർണാടക RTCയുടെ ബസ്സുണ്ട്. അപ്പം നന്ദി ഹിൽസിൽ ടോപ്പ് വരെ എത്തിക്കും നമ്മളെ. അല്ലെങ്കിൽ തന്നെ ബാംഗ്ലൂർ ടൗണിന് പുറത്തുള്ള ദൊഡ്ഡബെല്ലപൂർ സിറ്റിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ബസ്സുണ്ട്. മജസ്റ്റിക്കിൽ നിന്ന് ഉച്ചവരെ ബസ്സുള്ളൂ. ഇവിടെ നിന്നാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷവും ബസ് സൗകര്യമുണ്ട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, പോകുന്ന വഴിക്ക് നല്ല സൂര്യൻ ഉദിച്ചു വരുന്ന നല്ല മനോഹരമായ ദൃശ്യമൊക്കെ, നല്ല റെഡ് കളറിൽ നല്ല ഭംഗിയുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും നന്ദി ഹിൽസിൽ നിന്ന് ഈ കാഴ്ച കാണാൻ പറ്റിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച് ചെറിയൊരു മിസ്സിങ്ങൊക്കെ തോന്നി. അപ്പോൾ അതാ പോകുന്ന വഴിയിൽ കാഴ്ച കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നത് ബാംഗ്ലൂർ സെൻറ്ററിലല്ല, KR പുരം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ സെൻറ്ററിൽ നിന്നും കുറച്ച് മാറിയിട്ടാണ്. ഇപ്പോൾ നമ്മളിതാ പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് അധികവും സിറ്റിക്ക് പുറത്തുള്ള റൂട്ടുകളാണ് കേട്ടോ. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളും അതുപോലെ സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളും അതിൻ്റെ ഭംഗിയൊക്കെ ആശ്രയിച്ചുള്ള പോക്കാണ്. അധികവും അങ്ങ് എത്തുന്നവരെ അധികവും ഇങ്ങനത്തെ 6 വരിപ്പാത നാഷണൽ ഹൈവേ ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 1479 മീറ്റർ ഉയരത്തിലാണ് നന്ദി ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. നന്ദി ഹിൽസിൻ്റെ ഒരു വിദൂര ദൃശ്യമാണ് കേട്ടോ കണ്ടത്. പടിഞ്ഞാറൻ ഗംഗാ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് നന്ദി ഹിൽസ് ഒരു ഹിൽ സ്റ്റേഷനായിട്ട് രൂപാന്തരം പ്രാപിച്ചത്. പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലത്ത് ഇത് ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഒരു ടിപ്പു സുൽത്താൻ ഫോർട്ട്, പാലസ്, പിന്നെ ടിപ്പു സുൽത്താൻ്റെ ഭരണകാലഘട്ടത്തിലെ തടവുപുള്ളികളെ വധശിക്ഷയ്ക്ക് വിധേയമായിക്കൊണ്ടിരുന്ന ടിപ്പൂസ് ഡ്രോപ്പ്, നെഹ്റു നിലയം, യോഗി നന്ദീശ്വര ടെമ്പിൾ, സൺറൈസ് വ്യൂ പോയിൻറ്റ്, അർക്കാവതി നദിയുടെ ഉത്ഭവസ്ഥാനം, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട് നന്ദി ഹിൽസിൽ കാണാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഗ്രാമപ്രദേശമൊക്കെ പോകുന്ന സ്ഥലത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ. 2 സൈഡിലും നല്ല പൂമരങ്ങളൊക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ പിങ്ക് കളറിലുള്ള പൂക്കളുള്ള ടൈപ്പ് മരം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ബാംഗ്ലൂരിലെ പിങ്ക് വസന്തം എന്നാണ് അതിനെ പറയുന്നത് തന്നെ. ഈ സമയത്താണ് ഈ പിങ്ക് പൂക്കൾ വിരിയുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഉരുളങ്കല്ലുകൾ നിറഞ്ഞ മലകളൊക്കെ കാണാം കേട്ടോ. ഇപ്പോൾ ഊർന്ന് വീഴുന്ന രീതിയിലാണ് അതൊക്കെ നിൽക്കുന്നത് തന്നെ. ഇപ്പോൾ നമുക്ക് പോകുന്ന വഴിയിൽ കൂടുതൽ കാഴ്ചകൾ കാണാം. ഇപ്പോൾ നന്ദി ഹിൽസിലേക്കുള്ള പ്രധാന ചുരം റോഡ് നമ്മൾ കയറാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ വളഞ്ഞ് പുളഞ്ഞ വഴികളാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് താഴ്വാരത്തിൻ്റെ നല്ല ദൃശ്യമൊക്കെ കാണാം. പോകുന്ന വഴിയിൽ കുറേ സ്ഥലത്ത് കുരങ്ങന്മാരൊക്കെ ഇരിക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. കുരങ്ങന്മാരുടെ ശരിക്കുള്ള സ്വഭാവം നന്ദി ഹിൽസിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. അത് വീഡിയോയിൽ കാണിക്കാം. രാവിലെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരിക്കും കേട്ടോ നന്ദി ഹിൽസിൽ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതാ സൂര്യോദയം എല്ലാം കണ്ടു കഴിഞ്ഞ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്ന കാഴ്ചകൾ കാണാം. നമ്മളെന്തായാലും അതൊക്കെ മിസ്സായിട്ട് സൂര്യോദയം കാണാൻ വേണ്ടി ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. ബാംഗ്ലൂർ ടൗണിൽ അത്ര തണുപ്പില്ലെങ്കിൽ നന്ദി ഹിൽസിൽ നല്ല തണുപ്പാണ്. അപ്പം ജാക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അന്തരീക്ഷത്തിലുള്ള തണുപ്പിനേക്കാളും കൂടുതൽ അവിടെ കാറ്റും ഉണ്ട് നല്ല. അപ്പം നല്ല കാറ്റും കൂടെ വരുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് കുറേ പാറക്കെട്ടുകളും ചെറിയ ചെറിയ കുന്നുകളൊക്കെ കാണാം. അപ്പോൾ എന്തായാലും നന്ദി ഹിൽസിൻ്റെ പ്രധാന കവാടത്തിലേക്ക് നമ്മൾ എത്താറായിട്ടുണ്ട്. ഏകദേശം 5 കിലോമീറ്ററാണ് താഴെ തൊട്ട് മുകളിൽ വരെയുള്ള ദൂരം. ബസ്സിനാണ് വരുന്നതെങ്കിൽ മുകളിൽ വരെ കർണാടക RTCൻ്റെ ബസ് സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ പ്രൈവറ്റ് വണ്ടി മുകളിൽ വരെ കടത്തിവിടും. മുകളിൽ വിശാലമായ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻ കവാടം കടന്നു. ഇപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. പിന്നെ അവിടെ നിന്ന് നന്ദി ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കണം. 15 രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീ. ഞങ്ങൾ ഈ മാർച്ച് മാസത്തിലാണ് കേട്ടോ നന്ദി ഹിൽസിലേക്ക് വന്നിട്ടുള്ളത്. ഈ സമയത്ത് ബാംഗ്ലൂരിൽ നിന്നും അത്ര വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ നന്ദി ഹിൽസിൻ്റെ മുകളിൽ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെയാണല്ലോ, അപ്പോൾ അവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നല്ല തണുപ്പ്. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അകത്തേക്ക് പോകാൻ നോക്കുകയാണ്. എന്താ നീലൂട്ടിനെല്ലാം നല്ല ആ ജാക്കറ്റിലും പിന്നെ ടർക്കിലും എല്ലാം പൊതിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ട് തണുക്കാൻ കാരണം. പിന്നെ നമ്മൾ കുറച്ച് നടന്ന് മുകളിലേക്ക് പോകുന്തോറും പിന്നെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ഹീറ്റ് ആകുമ്പോൾ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യില്ല. ഇതാ കണ്ടില്ലേ, മുകളിലേക്ക് നമുക്കിത് എങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. സൺറൈസ് വ്യൂ പോയിൻ്റ് എഴുതിയിരിക്കുന്നുണ്ടല്ലേ, അത് ഏറ്റവും ടോപ്പിലാണ് സൺറൈസ് വ്യൂ പോയിൻ്റ്. നമുക്കിങ്ങനെ സ്റ്റെപ്പുകളും ഉണ്ട്, അല്ലെങ്കിൽ ടാർ റോഡും ഉണ്ട്. ടാർ റോഡിൽ കൂടെ കർണാടക RTCൻ്റെ ബസ്സുകളും ഉണ്ട് കേട്ടോ. ബസ് സൗകര്യം ഉണ്ട് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെന്തായാലും നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതാ പോകുന്ന എനിക്ക് ഇതുപോലെ കുരങ്ങന്മാരുണ്ട് ഇഷ്ടം പോലെ. ഇതുണ്ടല്ലേ ഒരു കുരങ്ങൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ചാണ് കേട്ടോ. ദേവൂട്ടിന് കഴിയുന്ന ഒരു കുരങ്ങൻ അത് ഓടി വന്ന് ബിസ്ക്കറ്റ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. അവനാണെങ്കിൽ അത് ആകെ ഒരു വെപ്രാളായി പോയി വന്നിട്ട്. ബിസ്ക്കറ്റ് കുരങ്ങച്ചും കണ്ടോ. ഇപ്പോൾ ഇതിലേ പോകുന്നവരൊക്കെ കുരങ്ങന്മാരൊക്കെ ശരിക്കും സൂക്ഷിക്കണം. നമ്മുടെ വായുവും എല്ലാം തക്കം പാർത്ത് നോക്കിയിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, ഓടി വന്നിട്ടായിരിക്കും കയ്യിലുള്ള സാധനങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. കേട്ടില്ലേ, പോകുന്ന വഴിക്ക് നിറയെ പൈൻ മരങ്ങളും ഒക്കെയാണ്. നമുക്ക് നടക്കാനുള്ള പ്രത്യേക നടപ്പാതകളും അല്ലാണ്ട് റോഡും ഒക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും ആ ഇടയിലുള്ള സ്റ്റെപ്പൊക്കെ ഇട്ട് വഴികൾ പോയില്ല കേട്ടോ. കാരണം അവിടെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടല്ലോ കൂടെ, അപ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി. അതുകൊണ്ട് ഞങ്ങൾ ടാറിട്ട റോഡിൽ കൂടെ തന്നെയാണ് കേട്ടോ നടന്ന് മുകളിലേക്ക് പോയത്. ഏകദേശം 1 കിലോമീറ്ററാണ് ഈ ട്രക്കിംഗ് പാത്ത് ഉള്ളത് കേട്ടോ. പോകുന്ന വഴിക്ക് കുറേ വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ടിപ്പു സുൽത്താൻ ഫോർട്ട്, ടിപ്പു സുൽത്താൻ സമ്മർ പാലസ്, നെഹ്റു പാലസ്, ടിപ്പൂസ് ഡ്രോപ്പ്, അങ്ങനെ കുറേ വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുപുള്ളികളെ ഈ നന്ദി ഹിൽസിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞ് കൊലപ്പെടുത്തിയിരുന്നതാണ് പറയപ്പെടുന്നത്. ടിപ്പൂസ് ഡ്രോപ്പ് എന്നാണ് എറിഞ്ഞ് കൊലപ്പെടുത്തിയിരുന്ന ഭാഗത്തിന് പറയുന്ന പേര്. അതൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങളും നല്ല ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു വെള്ള കളറിൽ നീണ്ട വാളുള്ളൊരു പക്ഷി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റി പക്ഷികളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. അതുപോലെ വ്യത്യസ്തമായ മരങ്ങളും പൂക്കളും ഒക്കെ. ശരിക്കും ബേർഡ് വാച്ചേഴ്സിനൊക്കെ വരാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ ആ താഴ്വാരത്തിൻ്റെ വിദൂര ദൃശ്യങ്ങളും ദൂര മലകളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ. പിന്നെ ടിപ്പു സുൽത്താൻ പണിത കോട്ടയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കുറേ സ്ഥലത്ത് നന്ദി ഹിൽസിൻ്റെ മൊത്തത്തിലുള്ളൊരു ഭൂപടവും അതുപോലെ കാണേണ്ട കുറേ വ്യൂ പോയിൻറ്റ്സും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ നമ്മൾ പോകുന്ന വഴിക്ക് 2-3 സ്ഥലത്തേക്ക് തന്നെ വഴി ഇങ്ങനെ ഡൈവേർട്ടായി പോകുന്നുണ്ട്. ഇടയ്ക്ക് അർക്കാവതി റിവറിൻ്റെ ഉദ്ഭവസ്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് കണ്ടിരുന്നു. അത് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെന്നിട്ടില്ല. അവിടെ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ ഇറങ്ങി പോകണം. അപ്പോൾ അങ്ങനെ പല പല വഴികളിൽ തിരിഞ്ഞിട്ട് ശരിക്കും കുറേ ഒരു ദിവസം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുള്ള സ്ഥലമുണ്ട് കേട്ടോ. നമ്മളങ്ങനെ എല്ലായിടത്തേക്കും ഇപ്പോൾ പോകുന്നില്ല. കാരണം ഇപ്പോൾ കുട്ടികളെയൊക്കെ വെച്ചിട്ട് എല്ലായിടത്തും പോലെ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ കുറച്ച് പകുതി നടന്നപ്പോൾ തന്നെ എല്ലാവരും കുറച്ച് മടുത്തിട്ടുണ്ട്. പക്ഷേ നല്ല രസമാണ് പോകുന്ന വഴി. നല്ല കാറ്റും കിളികളുടെ ശബ്ദവും പിന്നെ പൂമരങ്ങളും ഒക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ ആ ചെന്ന സ്ഥലത്ത് ഇങ്ങനെ കുറേ ബോഗൺവില്ലയൊക്കെ പൂത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ.
അവിടെ കുറച്ച് ഇരിക്കാനുള്ള ചാരുബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ചാരു ബെഞ്ചുകളും പിന്നെ ചെറിയ ചെറിയ ഹട്ടുകൾ പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലൊക്കെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഇത് കണ്ടില്ലേ, പിന്നെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഏറുമാട ഇങ്ങനെ പോലെ കെട്ടിയിട്ട് വ്യൂ പോയിൻറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും ഇപ്പോൾ നമ്മൾ കയറി പോയില്ല. അവിടെ കുറേ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു വിശ്രമിക്കാനൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് മരങ്ങളുടെ പേരുകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ നമ്മളിനി അവിടെ ചെന്നിട്ട് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഇതാ പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ അതാ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും തന്നെ മടുത്തു തുടങ്ങി. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, താഴ്വാരത്തിൻ്റെ കണ്ടില്ല വിശാലമായ ദൃശ്യം കാണുന്നൊരു വ്യൂ പോയിൻ്റ്, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആണ്. അവിടെ ചാരു ബെഞ്ചുകളും പിന്നെ ഇങ്ങനെ മുകളിലേക്ക് കെട്ടിപ്പൊക്കിയിട്ട് ഇങ്ങനെ വ്യൂ പോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലും മുകളിലും ഉണ്ട് കേട്ടോ കുറച്ച് ഹട്ടുകളൊക്കെ പോലെ. അപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടേക്ക് പോവാണ്. പിന്നെ ഈ നന്ദി ഹിൽസ് സൺറൈസ് കാണണമെങ്കിൽ നമ്മൾ വെളുപ്പിന് എത്തണമല്ലോ. അപ്പോൾ ഇവിടെ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ക്യാമ്പിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, ടെൻറ്റ് സ്റ്റേ ഒക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അന്നേരമാണെങ്കിൽ നമുക്ക് വെളുപ്പിനെ വരാണ്ട് ഇവിടെ നിന്ന് തന്നെ സൺറൈസൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാണ് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ച. അതാ അവിടെ നമുക്ക് മോളിൽ കയറി നിന്ന് കഴിയുമ്പോൾ നല്ല വിശാലമായ കാഴ്ച കാണാം. പിന്നെ അവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് വീണ്ടും മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അത് പോകുന്ന വഴിക്ക് ചില മരങ്ങളുടെയൊക്കെ
പേരുകളും ഒക്കെ എഴുതി വെച്ചേക്കുന്നത് കാണാം. നല്ല കുറേ മരങ്ങളുണ്ട്, നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ. പിന്നെ കുറേ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇതിൽ നടക്കുമ്പോൾ. ഇപ്പോൾ വിശക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നാൽ സൺറൈസ് വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ എത്തും. അപ്പോൾ അവിടെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതാ കുറച്ച് ചെന്നപ്പോഴേക്കും ലെഫ്റ്റിലേക്കൊരു ഡൈവേഷൻ കണ്ടു. അപ്പോൾ അവിടെ പാലാർ റിവർ ഒറിജിൻ, പിന്നെ ബ്രഹ്മാശ്രമം, പിന്നെ ഒരു ടെമ്പിൾ, അങ്ങനെ കുറച്ച് വ്യൂ പോയിൻ്റൊക്കെ ഉള്ളതായിട്ട് കണ്ടു കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടില്ല. പിന്നെ കുറച്ചുകൂടി മുമ്പോട്ട് ചെന്നപ്പോൾ റൈറ്റ് സൈഡിൽ നെഹ്റു നിലയം കണ്ടു. ഇതാണ് നെഹ്റു നിലയത്തിലേക്കുള്ള വഴി. ഉണ്ടല്ലോ, ഇതാണ് ആ വ്യൂ പോയിന്റിലേക്കുള്ള ഒരു സൈൻ ബോർഡ്, ഹോട്ട് സ്റ്റെപ്പ് വേ, പാലാർ റിവർ ഒറിജിൻ. അതൊക്കെ അങ്ങോട്ടേക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലണം. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി പോയില്ല, ഒന്നാമത് മടുത്തു. പിന്നെ ചെറിയ കുട്ടികളും ഉണ്ടല്ലോ, പിന്നെ കുരങ്ങന്മാർ നല്ലോണം ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ചെറിയ വഴികളൊക്കെ ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയാത്തതുകൊണ്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോഴാണ് നെഹ്റു നിലയം കണ്ടത്. ഇത് 1880 പണിതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സമയത്ത്. പിന്നീട് കുറേ കാലം ഇത് ബ്രിട്ടീഷുകാരുടെ സമ്മർ റെസിഡൻസ് ആയിരുന്നു. പിന്നീട് 1962 ജവഹർലാൽ നെഹ്റു നന്ദി ഹിൽസ് സന്ദർശിച്ച സമയത്ത് ഇവിടെ താമസിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നെഹ്റു നിലയം എന്നറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് 1986 നവംബറിൽ സെക്കൻഡ് സാർക്ക് സമ്മിറ്റും ഇവിടെ വെച്ച് കൂടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പ്രസിദ്ധമായത്. ഇത് ഇപ്പോഴും അതാ പ്രൗഢിയോട് കൂടി തന്നെ ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് വിശാലമായൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് കയറി പുറത്തുനിന്നൊന്ന് കാണാമെന്ന് വിചാരിച്ച് എന്നാണ്, അകത്തേക്കൊന്നും അങ്ങനെ കയറുന്നില്ല. അപ്പോൾ ഇതാ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതാ ഇവിടെയാണ് നമ്മൾ ഹോട്ടലൊക്കെ ഉള്ളത്. ഇതാ ഈ ഹോട്ടലാണ് ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്നത്. ചെറിയൊരു കോഫി ഷോപ്പാണ്, വലിയ വിശാലമായ ഹോട്ടലൊന്നുമല്ല. ആ ലെഫ്റ്റ് സൈഡിൽ വേറൊരു ഹോട്ടലും ഉണ്ടായിരുന്നുണ്ട് വിശാലമായിട്ടുള്ളത്. പക്ഷേ അത് ഇന്ന് അടവാണ്. എനിക്ക് തോന്നുന്നു അത് വീക്കെൻഡ് അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ നല്ല തിരക്കുള്ളത്, എന്നായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഈ ഹോട്ടലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനകത്ത് ചെന്നു. അപ്പോൾ അവിടെ മസാല ദോശ, പൂരി, ഇഡ്ഡലി എല്ലാ സാധനങ്ങളും കിട്ടും ബ്രേക്ക്ഫാസ്റ്റിനുള്ള. അപ്പോൾ നമ്മളെന്തായാലും ആ മസാല ദോശയൊക്കെ കഴിച്ചു കൊടുന്ന്. മസാല ദോശ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, മസാല ദോശക്കകത്ത് ഇങ്ങനെ മുളക് പൊടിയൊക്കെ തേച്ചിട്ടായിരുന്നു. നല്ല എരിവുണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു. പക്ഷേ ചായ വളരെ മോശമായിരുന്നു കേട്ടോ. ചായക്കൊരു ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നല്ല തണുപ്പും വിശപ്പൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സൺറൈസ് വ്യൂ പോയിൻറ്റിന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് സൺറൈസ് വ്യൂ പോയിൻറ്റ്. അപ്പോൾ സൺറൈസൊക്കെ കഴിഞ്ഞു പോയി. സൺറൈസിനൊക്കെ മുമ്പ് വന്നിരുന്നെങ്കിൽ ഇവിടെ നല്ല രസമുള്ള കാഴ്ച കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഒരു 6:30 മുമ്പൊക്കെ എത്തിയിരുന്നെങ്കിൽ ഇത് കണ്ടില്ലേ, വിശാലമായ താഴ്വാരം. അപ്പം ഇതിൻ്റെ മുകളിൽ മേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് നല്ല പാലാഴി പോലെ നിന്നിട്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരെ നല്ല രസമുള്ള കാഴ്ച കാണാമായിരുന്നു. പക്ഷെ അത് മിസ്സായിപ്പോയി. എന്തായാലും സൺറൈസ് വ്യൂ പോയിൻ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ആ ചായ എല്ലാം കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോൾ ആ തണുപ്പൊക്കെ ഏകദേശം പോയി. നമുക്ക് സൺറൈസ് വ്യൂ പോയിൻറ്റിൻ്റെ കാഴ്ചകൾ കാണാം. അപ്പോൾ ആ സൺറൈസ് വ്യൂ പോയിൻ്റ് കണ്ടിറങ്ങി. ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു യോഗനന്ദീശ്വര ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് കയറി പോകാമെന്ന് വിചാരിച്ചു. അതാണ് ക്ഷേത്രം. ഈ ക്ഷേത്രം 9ാം നൂറ്റാണ്ടിൽ ചോളന്മാരുടെ ഭരണകാലഘട്ടത്തിൽ പണി കഴിപ്പിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഒരു 1000ഓളം വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ ഇത് കുറച്ച് പുനരുദ്ധരിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അകത്തെല്ലാം കരിങ്കൽ തൂണുകളും അങ്ങനത്തെ കൊത്തുപണികളൊക്കെ ആയിരുന്നു കേട്ടോ. ശിവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. പിന്നെ നന്ദിയുടെ പ്രതിമയൊക്കെ ഉണ്ട്.
ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ എന്താ കുരങ്ങന്മാർ താവളം അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുറമേന്ന് കാണുന്ന പോലെ അകത്തും കുറച്ചും കൂടി വിശാലമാണ് കേട്ടോ ക്ഷേത്രം. അകത്ത് കുറേ പ്രതിഷ്ഠകളും അകത്ത് നിത്യപൂജയൊക്കെ നടക്കുന്ന ക്ഷേത്രമാണ്. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ നോട്ട് അലൗഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അകത്തുനിന്നുള്ള ഫോട്ടോസും വീഡിയോസും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. ഇത് ക്ഷേത്രത്തിൻ്റെ പുറത്തിങ്ങനെ ചുറ്റുന്ന വഴിയാണ് കേട്ടോ. അവിടെ കണ്ടില്ല കരിങ്കൽ തൂണുകളും ഒക്കെയാണുള്ളത്. അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. എന്നിട്ട് നമ്മളിതാ പുറത്തിറങ്ങി. ഇപ്പോൾ ആ സൺറൈസ് വ്യൂ പോയിൻ്റ് അവിടെയുള്ളൊരു വിശ്രമ കേന്ദ്രം പോലെ സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് നമ്മൾ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും കയ്യിലേക്ക് എടുക്കുമ്പോഴേക്കും കുരങ്ങന്മാർ തക്കം പാർത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് എന്തെങ്കിലും കുറയ്ക്കാമെന്നൊക്കെയുള്ള വിചാരം ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. പിന്നെ അവിടെ പോലീസ് എയ്ഡ് പോസ്റ്റും അതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ, ഫ്രഷ് ആവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ താഴേക്ക് പോവാണ്. ഇടയ്ക്കൊരു അബദ്ധം പറ്റി. ഒരിടത്തെത്തിയപ്പോൾ കുറച്ച് കുരങ്ങന്മാരിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു അമ്മക്കുരങ്ങും അതിൻ്റെ മേത്ത് 2 ചെറിയ കുഞ്ഞിക്കുരങ്ങുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണല്ലോ, അതിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് വെച്ചിട്ട് ഞാൻ ഫോണ് ബാഗിലിട്ടിട്ടുണ്ടായിരുന്നു. ബാഗിൽ നിന്ന് ഫോണ് പുറത്തെടുക്കുന്നതും ഒരു കുരങ്ങൻ കുച്ചിയാട് വന്ന് ഒരുമിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നിപ്പോയി. കാരണം എന്തോ പലഹാരം എടുത്താന്ന് വെച്ചിട്ടാണ് തോന്നുന്നു. ഞാൻ വേഗം ഫോൺ ബാഗിലേക്ക് ഇട്ട് ബാഗ് അടച്ചപ്പോഴേക്കും കുരങ്ങൻ ഇങ്ങനെ കടുവയോ ഒക്കെ ഇങ്ങനെ ഗർജിക്കുന്ന പോലെ ഇങ്ങനെ പല്ലൊക്കെ ഇങ്ങനെ കൂർത്ത പല്ലൊക്കെ കാണിച്ചിട്ട് മുഖമൊക്കെ ഒരുമാതിരി പ്രത്യേക ക്രൂരഭാവത്തിലാക്കിയിട്ട് ഇങ്ങനെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പോലെ ആക്കി. എല്ലാവരും ഒന്ന് പേടിച്ചു. എന്നിട്ട് കയ്യിലിരുന്ന ബാഗെല്ലാം വെച്ചിട്ട് അടിച്ചു. എല്ലാവരും ഇങ്ങനെ കുറേ ആട്ടി ഓടിച്ച ശേഷമാണ് കുരങ്ങ് പോയത്. അതോടുകൂടി പേടിയായിപ്പോയി. പിന്നെ കുറേ നേരം ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മളത് തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങി ഏകദേശം താഴെ എത്താറായിട്ട് കണ്ടില്ല. എൻ്റെ ബാഗിൻ്റെ വള്ളി പൊട്ടിയ കുരങ്ങിനെ അടിച്ചിട്ട്. അപ്പോൾ നമ്മൾ പോയ വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പോരാന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഈ കുരങ്ങൻ്റെ ആക്രമണം ഉണ്ടായതോടെ പേടിയായി. അതുകൊണ്ട് നമ്മൾ തിരിച്ച് ആ ടാറിട്ട റോഡിൽ കൂടെ തന്നെയാണ് ഇറങ്ങിയതും. എല്ലായിടത്തും കുരങ്ങന്മാരുണ്ട്. ഇവിടെ പോകുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുരങ്ങന്മാരാണ്. നമ്മൾ പ്രതീക്ഷിക്കാണ്ടായിരിക്കും ചിലപ്പോൾ കുരങ്ങന്മാരുടെ ആക്രമണം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ താഴെ എത്തി. താഴെ ഇങ്ങനെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുളത്തിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കുവാണ്. അവിടെ സൈഡിൽ ചാരി ബെഞ്ചും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മരങ്ങളുള്ളതുകൊണ്ട് നല്ല രസമുള്ള സുഖമുള്ള കാലാവസ്ഥയാണ് കേട്ടോ. പിന്നെ പക്ഷികളുടെ ശബ്ദമൊക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം വിശ്രമിക്കാനിരുന്നു. അപ്പോൾ നമ്മളിന്ന് തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നന്ദി ഹിൽസ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. കാരണം എല്ലാ സ്ഥലങ്ങളും കാണണമെങ്കിൽ ഒരു ദിവസം ഫുൾ ഡേ വേണം. ഇപ്പോൾ കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സൺറൈസ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം കാണണമെന്ന് വിചാരിക്കുന്നു. അന്ന് കുറച്ചുകൂടെ വിശാലമായിട്ട് നന്ദി ഹിൽസ് കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരാം. അപ്പോൾ അതുവരെ ബൈ.